നമ്മളെ കോവയ്ക്കകളെല്ലാം കണ്ടല്ലോ. ഇങ്ങനെയാണ് കോവയ്ക്ക കിടക്കണത്. ഇത്രയും പന്തലൊക്കെ ഇട്ട് കൊടുത്തതൊക്കെ ഞാനാണ് കേട്ടാ. ഞാനും ജേകപേട്ടനും കൂടെ, ഞാൻ മാത്രമല്ല. എന്നിട്ടിപ്പോൾ അവർ കോവയ്ക്ക പറിക്കില്ല. അത്രയും പരുന്തിന് തിന്നാൻ. പരുന്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞങ്ങളിതിൻ്റെ മുകളിൽ കയറുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട്. കണ്ടല്ലോ, ഇതിൻ്റെ ചുവട് താഴെയാണ് കേട്ടാ. ഇങ്ങനെ പന്തലിട്ട് ടെറസിൻ്റെ മുകളിൽ ഫുള്ള് കോവയ്ക്കയാണ്. ഇതേ വള്ളി കണ്ടില്ലേ, വള്ളി താഴെയാണ്. ഇതിൻ്റെ ചുവടെന്ന് പറയണതാ കണ്ട, ഒരു വള്ളിയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത്രയെങ്കിലും വർഷങ്ങളാവും ഈ വള്ളി അവിടെ നട്ടിട്ട്. ഇത് നല്ല പഴക്കമുണ്ട്. വള്ളികളൊക്കെ ഇല്ലാതെ ആദ്യമൊക്കെ കുറേ വള്ളിയൊക്കെ ഇല്ലാതായി പോകും. എന്നിട്ട് വീണ്ടും യഥാർത്ഥത്തിൽ ഇതിനവരൊന്നും ചെയ്യണില്ല. കായ്കൾ ഇഷ്ടം പോലെ കിട്ടും. മുന്തിരി ആയാലും കോവയ്ക്കായാലും ഏത് സാധനം ചുവട് താഴെ കൊടുത്തിട്ട് ഇങ്ങനെ പടത്തി കൊടുത്താൽ കണ്ടില്ലേ, വേണ്ടെങ്കിലും കായ്ക്കും. സൂപ്പറല്ലേ? വീട്ടിൻ്റെ മണ്ടയിൽ 2 ടാങ്കാണ്. ഒരു മാവ് വീട്ടിൻ്റെ മണ്ടയിൽ കൂടെ കിടക്കണണ്ട. ടെറസിൻ്റെ മുകളിൽ ഫുള്ള് കോവയ്ക്കയാണ്. കണ്ടല്ലോ, മൊത്തം പഴുത്ത് കിടക്കുകയാണ്. ഞാൻ ഇന്നാണ് ഇവിടെ വന്നത് കേട്ടാ. ഒന്നിരാടം പറിച്ച ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. മാങ്ങ പഴുത്ത് കിടക്കണ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതെയോ, കോവയ്ക്ക ഇത്രയും പഴുത്ത് കിടക്കണ കണ്ടിട്ടുണ്ടോ? അപ്പം എൻ്റെ മകളുടെ വീട്ടിലെ കോവയ്ക്ക കൃഷി കണ്ടല്ലോ, മാങ്ങകൾ കണ്ടല്ലോ. ഇതൊക്കെയാണ് സൂപ്പർ. അപ്പോൾ കൊല്ലത്തു നിന്നും ലീലാമണി ചാലക്കുടി. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, അഭിപ്രായം പറയുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.